നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തൂതയിലാണ്. ഈ തൂതയിൽ നിന്ന് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഒരു യുവ കർഷകയെ ഒന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അത് ആരാണെന്നല്ലേ പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. വാ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല പണിയില്ല. എല്ലാവരും ഉണ്ട്. ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി? അന്ന് ലീവല്ലേ, അപ്പൊ ഇവരെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോന്നതാണ്. ഞാൻ 2 ദിവസമായിട്ട് ഈ വഴിയൊന്ന് യാത്ര ചെയ്തപ്പോഴാണ് കുറേ അധികം ഇങ്ങനെ ഈ ഒരു പച്ചക്കറികളെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. എന്താണ് കണിവെള്ളരി? കൃഷിയാണോ? കൃഷിയാണ്. നമ്മുടെ പിന്നെ ചേനയിലേ ഇടവിളയിട്ട് ഇടുന്നതാണ് വിഷു പ്രമാണിച്ചിട്ട്. വിഷു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഡിമാൻഡ് ഉള്ള സമയത്ത് ഈ കൃഷി നടത്താം. ഈ സമയത്ത് തന്നെ ഇത് നടത്താറ്. അപ്പൊ അത് പറിക്കാലോ എന്ന് വിചാരിച്ചിട്ട് മക്കളെ കൂട്ടിയിട്ട് പോകുന്നതാണ്. ഹസ്ബൻഡുണ്ടല്ലോ കൂടെ. ചേട്ടാ, ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു കൃഷിക്കാരനാണെന്ന് അറിയാം. അപ്പൊ അത് തന്നെ എന്തൊക്കെ ഇപ്പൊ ഈ തവണ ഈ ഒരു വിഷുവുമായി ബന്ധപ്പെട്ട കണിവെള്ളരി എത്ര സ്ഥലത്തുണ്ട് ഇവിടെ? 2.5 ഏക്കറിലുണ്ട്. എനിക്ക് ഏകദേശം നമുക്ക് എത്ര വിളവ് കിട്ടി? 10 ടണ്ണിന്റെ മുകളിൽ കണിക്ക് പറ്റിയ പുകത്ത സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിനാണ് ഡിമാൻഡ്. ഇതേ സെയിം സാധനത്തിനാണ് ഡിമാൻഡ്. ഇതിൽ പച്ച വന്നാൽ ഇപ്പൊ വില കമ്മിയാ കിട്ടുക. ഈ സൈസിന് എപ്പോഴും മാർക്കറ്റ് ഉണ്ട്. അത് വിഷു ഇപ്പൊ 15-ാം തീയതി ആണല്ലോ ഈ മാസം വിഷു. അതുവരെ നല്ല ഡിമാൻഡിൽ പോണ്. മാർക്കറ്റിലാണ് അധികം പോകുന്നത്. വീട്ടുകാരൊക്കെ മേടിച്ചു കൊണ്ടുപോകാറുണ്ടോ? ഞങ്ങൾ ഇവിടെ വീട്ടുകാര് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടും. നാട്ടില് സുലഭമായിട്ടുള്ള സ്ഥലമല്ലേ ഇത്. ഞങ്ങൾ കാര്യമായിട്ട് മാർക്കറ്റ് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അങ്ങനെയുള്ള മാർക്കറ്റുകൾക്ക് കച്ചവടക്കാർ ഇവിടെ വരും. അതങ്ങനെ കയറ്റി കൊണ്ടുപോകും. നമുക്ക് ഞാൻ തൃശ്ശൂർക്ക് കൊണ്ടുപോകാറാണ് പതിവ്. നമ്മുടെ സ്വന്തം വണ്ടി തന്നെ നമ്മൾ സ്വന്തം വണ്ടി ഉണ്ട്. നമ്മൾ സ്വന്തം കൃഷി ചെയ്യണം, അത് കൊണ്ടുപോകണം. ഇത് വലിയൊരു കാര്യമായിട്ട് പണി അറുക്കണ പണിയേ ഉള്ളൂ. ബാക്കി ചേന ചെയ്യുന്ന പണിയാണ്. ചേനക്കാണ് ഇതിൽ കൂടുതൽ പണി വരുന്നത്. അതിന്റെ അടിയിലെ ഇടവേളയായിട്ട് ചേനയുടെ ഇല പൊന്തുന്നതിന്റെ മുന്നേ ചെയ്യുന്ന ഒരു കൃഷിയാണ് ഈ വെള്ളരി. ഇടവേള കൃഷി ആയതുകൊണ്ട് ചെയർപേഴ്സണും ഇടവേളയിൽ വന്നിട്ട് മാത്രമാണോ അവിടെ കൃഷി നോക്കാറ്? അല്ല, നമുക്ക് ഒപ്പം ചായട്ടൊക്കെ വരുമ്പോഴും അങ്ങനെ ചായ അപ്പം എന്തെങ്കിലും കുറച്ചു നേരം കൂടും. പിന്നെ കുട്ടികളാണെങ്കിലും വൈഫാണെങ്കിലും കുറച്ച് ഇതിൽ കൂട്ടും. നമ്മൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മളെ അധ്വാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് കാണിച്ചു കൊടുക്കും. അവരറിയണം. ശരി. ഞാൻ ബൈക്കും അവിടെ നിൽക്കുമ്പോൾ അവരോട് പറയും കുറച്ചൊന്ന് അറുക്ക്, ഞാൻ ഇപ്പൊ കുഴങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പണി ചെയ്യിപ്പിച്ചും. കുട്ടികളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു റിസ്ക് അവരെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഫുള്ളായിട്ടല്ല, കുറച്ച് ടൈമൊക്കെ അവരെ അതറിയാം. നല്ല വെയിലാണ്. ഈ വെയിലത്തും ഈ കഠിന ജോലി ചെയ്യുമ്പോഴേ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും ഉണ്ട്. ഒരുമിച്ചാണ് അങ്ങ് ഇറങ്ങുമല്ലേ? നേരെയുള്ളൂ മക്കളെയൊക്കെ കൊണ്ടുവരാറുള്ളൂ. ഇന്നിപ്പോ മദ്രസ ലീവ് ആയതുകൊണ്ടേ രാവിലെ വന്നതാണ്. ശരിക്കും ഈ കൃഷിയിലൊക്കെ നമ്മൾ കൂടാറുണ്ട്. മൊത്തത്തിലും ഫുൾ ടൈം ഒന്നും നിൽക്കാറില്ല. ഇതേപോലെ രാവിലെ ചായ കൊണ്ടുവരുമ്പോ കുറച്ചു നേരം ഒരു രസത്തിന് കൂടാണ്, അല്ലാതെ ജോലിക്ക് വെച്ചിട്ടല്ല. യുവ കർഷകയെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാ വന്നത്. അതിനിടയിൽ ചായ കൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞില്ലേ? ഇത് നമ്മള് സ്ഥിരമായിട്ട് ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്യാറ്? ഇവിടെ കാര്യമായിട്ട് പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഈ കൃഷി മാറ്റി പിടിക്കണല്ലോ. ഇത് കഴിഞ്ഞ ഈ ചേന ഇനി 4 മാസം 5 മാസം കൂടി കഴിഞ്ഞത് പറിച്ചു ഒഴിവാകും. അപ്പൊ ഫുള്ള് ഇത് ഒരേമാതിരി ഇവിടെ നെല്ലിടും. ആ നെല്ല് കഴിഞ്ഞാൽ വീണ്ടും ചേനയിടും, ചേനയുടെ ഉള്ളിൽ വെള്ളരി ഇടും. ഇങ്ങനെ ഈ ഒരു കൃഷിയാണ് ഇവിടെ ഫുള്ളായിട്ട്. ഇവിടെ ഏത് ടൈമിങ്ങൾ വന്നോ ഇതേമാതിരി ചേന അല്ലെങ്കിൽ നെല്ലോ വെള്ളരിയോ ഈ 3 കൃഷി എപ്പോഴും ഉണ്ടാവും. ചിലവര് പയറ്, കുമ്പളൻ, മത്തനൊക്കെ ചിലവരിടാ, ചീര ഒക്കെ ഇടാറുണ്ട്. നമ്മള് വെറും വെള്ളരി മാത്രമേ ഇടാറുള്ളൂ. ഇത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടേ, എല്ലായിടത്തും എത്തണ്ടേ. വണ്ടി പിന്നെ ട്രിപ്പ് കാര്യങ്ങൾ അതും ഉണ്ടാവും. പിന്നെ കൃഷി ഒരുപോലെ നോക്കാൻ എത്താത്തോണ്ട് നമ്മള് വെറും ചേന. അതേമാതിരി പയറുവാണെങ്കിൽ വെക്ക, വെണ്ട വെക്ക, എന്തും ഇതിന്റെ സൈഡിൽ കൂടെ ഈ ചേന പൊന്തി വരാൻ 2 മാസം വരും, ഇല വിരിഞ്ഞു വരാം. അതുവരെ പച്ചക്കറി ഏത് കൃഷി 2 മാസമൊക്കെ ഉള്ളു വളർച്ച വരിക. അത് എടുക്ക നമുക്ക്. അപ്പോൾ ആ ടൈമിന്റെ അടിയിൽ നമുക്ക് ഈ 2 മാസം പയറോ വെണ്ടയ്ക്ക് വൈതന എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കും ഒഴിവില്ലാത്തതുകൊണ്ട് വെറും വെള്ളരി, അതായത് അത് ഒപ്പം ഒരേ ടൈമിൽ അറുക്കാം. വെള്ളരി ഇപ്പൊ ഈ ടൈമിൽ 4 ദിവസം 5 ദിവസം ആളെ വിളിച്ച ഒരേ ടൈമിൽ ഇറക്കാം. മറ്റേതിന് അതിന്റെ ചോട്ടിൽ കൂടെ പല പണികളും ചെയ്യാണ്ട്. നമുക്ക് വിഷു വന്നു എന്നറിയണമെങ്കിൽ ഈ പടത്തുകൂടെ അങ്ങോട്ട് പോയാൽ അവിടെ ആ സൈഡിൽ കൂടെ ഇന്നലെ ഇതിലും അധികം സാധനം ഉണ്ടായിരുന്നു, കയറിപ്പോയി. ഇന്ന് ലാസ്റ്റാണ്. നാളെ ഇത്തരം ഉണ്ടാവില്ല, അങ്ങനെ കുറഞ്ഞും കൊണ്ടേ ഇരിക്കും. മറ്റന്നാ പിന്നെ ഇതിന്റെ കച്ചവടം കഴിഞ്ഞു. വിഷു എന്നല്ല, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പച്ചക്കറി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷിക്കാർ പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ് കൃഷി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടത്? നമ്മള് സാഹചര്യവശാൽ ഇതിലെത്തിയതാണ്. അതായത് ഉപ്പ കൃഷിക്കാരനാണ്. എനിക്ക് പലർക്കടയിൽ നിന്ന് ഉപ്പാക്കും എനിക്കും. അപ്പൊ ഉപ്പാക്ക് വയ്യാതെ ആയപ്പോൾ ഞാൻ ഇറങ്ങി. പക്ഷെ ഇതൊരു രസമാണ്.
കൃഷിയിൽ അതിൽ നമ്മൾ ഇതായാൽ അത് ലാഭം നഷ്ടം നോക്കിയിട്ടല്ല, അതൊരു രസമാണ്. അതിലങ്ങനെ പോകും. അത് ലാഭം ചില കാലത്ത് നല്ല ലാഭം കിട്ടുന്ന കാലമുണ്ട്, ചില കാലത്ത് ഒന്നും കിട്ടാതെ പോണതുകൊണ്ട്. മേത്ത് തട്ടാതെ പോയിക്കണു ഒരുവിധമുള്ള വർഷമൊക്കെ. ഇത്തവണ മേത്ത് തട്ടായിരിക്കട്ടെ. മേത്തട്ടിട്ടൊന്നുമില്ല, അത്യാവശ്യമൊക്കെ പൈസ ഒക്കെ കിട്ടിക്കണു. ഓവറില്ല എന്നുള്ളൂ. ഇപ്രാവശ്യം എന്താ എക്സ്പോർട്ടിങ് ഇല്ല, ഇറക്കിയ മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം എന്താ ഈ വെള്ളരിക്കൊക്കെ കുറച്ച് ഡിമാൻഡ് കമ്മി കാരണം, യുദ്ധം കാരണം എക്സ്പോർട്ടിങ് ഇല്ല. ഇത് നല്ലൊരു ലോഡ് എന്താ ലുലു മാതിരിയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് എക്സ്പോർട്ടിങ് ഉണ്ട്. ഇപ്രാവശ്യം ബോംബെ അവിടേക്ക് ഒന്നും എക്സ്പോർട്ടിങ് ഇല്ല, പല ഭാഗത്തേക്കും എക്സ്പോർട്ടിങ് ഇല്ലത്. അവിടുന്നാണ് ഇത് കയറി പോകുക, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കയറി പോകുന്നത്, അത് കമ്മിയാണ്. അതുകൊണ്ട് ചെറിയൊരു മാർക്കറ്റ് കമ്മിയുണ്ട്. ഇത് ഏകദേശം എത്ര വലിയ പാടശേഖരമാണ്, ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഏകദേശം എത്ര ഉണ്ടാവും, എത്ര ഏക്കർ ഉണ്ടാവും ഇവിടെ? ഇതൊരു 50 ഏക്കറിൽ മേലെ ഉണ്ടാവും ഈ പാടം. ഇതിൽ തന്നെ പല ആളുകളുടെയാണ് സ്പേസ് അല്ലേ? പല ആളുകളുടെയാണ്. ഈ ഒരു സൈസ് ചെയ്യുന്നവന് കൃഷി ചെയ്യും, ചെയ്യാത്തവൻ മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കും, അവർ അത് ചെയ്യും. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാട്ടത്തിന് കൊടുത്തു? പാട്ടത്തിനുണ്ട്, പുറമത്തെ പാട്ടത്തിന് കൊടുത്തുകൊണ്ട് നമ്മളതുകൊണ്ട് കൃഷി നമ്മളെ ജീവിതത്തിലാണ് അലിഞ്ഞു ചേർന്നിരിക്കുക. ഇവിടെ എല്ലാ ചെറിയ സ്ഥലം കണ്ടാലും അവിടെ എന്തെങ്കിലും പോയിടണം. ഞാൻ ഇവിടെ എല്ലാ നടുവട്ടം ഭാഗത്തൊക്കെ ഉണ്ട് എനിക്ക് കൃഷിയുണ്ട്. ഏകദേശം എത്ര വിളവെടുപ്പുണ്ടാവും ഇവിടെ ഏകദേശം ഈ കണിവെള്ളരിപ്പ് ബിസിനസ്? ഒരു 300 ടണ്ണിന്റെ മേലെ ഇവിടുന്ന് ഇപ്രാവശ്യം കയറിയിട്ടുണ്ടാകും. ഇപ്രാവശ്യം എന്നല്ല, എല്ലാ പ്രാവശ്യം ഇവിടുന്ന് വെള്ളരി കേരളത്തിൽ ഒരുവിധമുള്ളവർക്കൊക്കെ അധികം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഇവിടുന്ന് അല്ലെങ്കിൽ ആലിപ്പറമ്പ് അല്ലെങ്കിൽ അരിപ്ര, ഈ 3 സ്ഥലത്തു നിന്നാണ് കയറി പോകാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കൂ, കേരളത്തിന്റെ ഒരു മികപ്പെട്ട എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കണി വെക്കാനും അതേപോലെ തന്നെ കിച്ചണിലേക്കൊക്കെ പോകുന്ന കണിവെള്ളരിക്ക് പോകുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശമായ തൂതയിൽ നിന്നാണ്. അധികം ശരിക്കും ഇവിടെ തന്നെയല്ലേ ഇത്രയും വലിയ ഏക്കർ സ്ഥലത്ത് നിന്ന് ഇത്രയും കണിവെള്ളരി കൊണ്ടുപോകുമ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ജില്ലകളിലും നമ്മൾ കൃഷി ചെയ്ത കണിവെള്ളരി എത്തുകയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഗംഭീരമായി എല്ലാ ആളുകൾക്കും കണിവെള്ളരിക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ചേനകൾ എത്തിക്കുക. അതേപോലെ തന്നെ ഒരുപാട് കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ കൃഷികളെല്ലാം ഈ വിളവെടുപ്പെല്ലാം മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഒക്കെ പോകുന്നുണ്ട്. ഇതിന് പറിക്കാനായിട്ട് ഇവിടെ ഏജന്റുമാതിരി ആളുകൾ തന്നെയുണ്ട്. ചേന പറിക്കാനും വെള്ളരി കൊണ്ടുപോകാനും നമ്മളടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കച്ചവടക്കാർ ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോകും. സീസൺ ആയി കഴിഞ്ഞാൽ അവരോട് എത്തും. സീസണായി ഇവിടെ എത്തും. എത്ര പണിക്കാരുണ്ടാവും? ഇവിടെ ഒരു 50, 100, ഈ സീസണിൽ 100, 200 ഒക്കെ ഉണ്ടാവും. ഇപ്പോ ഈ എലക്ഷൻ കാരണം ബംഗാളിയുടെ നാട്ടിൽ പോകുക കാരണം 1000 രൂപ ഉള്ള കൂലി തന്നെ ഇപ്പൊ 1300 ചെലവും കൊടുക്കുമ്പോൾ ഒരാൾക്ക് 1500 റുപ്യോളം ചെലവ് വരുന്നുണ്ട്. ഒരാൾക്ക് കൂലി കൊടുത്തിട്ട്, എന്നിട്ട് ഇത് മുതലാകുന്നൊക്കെ ഉണ്ട്. കൃഷി ചെയ്തിട്ട് അത്ര കൊടുത്താലും മുതലാവും. ഒരുപാട് സന്തോഷം. നമ്മുടെ മക്കള് വെയിൽ കൊള്ളുന്നു. ഹലോ, ഇങ്ങനെ കൃഷിയിലൊക്കെ ചെയ്യാറുണ്ടോ? കണിവെള്ളരിക്ക് അർത്ഥോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയാലോ? കൃഷി ഇഷ്ടമാണ്. സ്കൂൾ അടച്ച സമയത്തേ വെറുതെ ഈ മൊബൈലിലും കളിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ ഞാൻ വീട്ടിലെത്തിയാല് പാക്കിങ്ങിന് എല്ലാത്തിനും കഴുകാന് അത് കഴുകി നമ്മൾ ഇതിലേറെ ഭംഗി കൂടും. ഒന്നും കൂടി വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി തുടച്ചാൽ ഒന്നും കൂടി ഡിമാൻഡ് കൂടും. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യവരാണ്. പേര് പറഞ്ഞല്ലോ. ആലോചിക്കണം. നമ്മളെ ചെയർപേഴ്സന്റെ ജ്യേഷ്ഠന്റെ മക്കളാണ് ഇവരെല്ലാവരും. ഈ വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തി ഇവരോടൊക്കെ കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൃഷിയിൽ ഇങ്ങനെ സഹായിക്കുന്നു. കൃഷി ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നഗരസഭയിൽ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ യുദ്ധത്തിലേക്ക് കിടക്കുകയാണ്. എലക്ഷൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെയിലി ഞാൻ വന്നായിരുന്നു. മറ്റു കൗൺസിലേഴ്സ് ഇടയ്ക്കൊക്കെ ഒന്ന് പോന്നു. ഞാൻ ഡെയിലി അവിടെ വരാറുണ്ട്. നേരത്തെ പോരും, 4 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പോരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ വൈകുന്നേരമൊക്കെ ഒന്ന് ഇവരെ കൂടെ ഇങ്ങനെ ജോലി അടിക്കാൻ വേണ്ടി പോയിരുന്നതാണ് പാടത്തേക്ക്. ചായ കൊണ്ടുവരാം. ചായ കൊണ്ടുവരാം. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് വിഷു ആണല്ലോ. നമുക്ക് ചെയർപേഴ്സൺ ആയ ശേഷം ആദ്യത്തെ വിഷു ആണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിഷുവിന്റെ ക്ഷണം ഉണ്ടാവും അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ വിഷു എങ്ങനെ ആഘോഷിക്കാനാണ് പരിപാടി? വിഷു ഒരുപാട് പേര് ഇപ്പൊ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നോണ്ടേ പുറത്തുള്ള പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പാടില്ലാത്തോണ്ട് അതൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല, ഔദ്യോഗിക പരിപാടികൾ. പിന്നെ കൗൺസിലേഴ്സ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ
MR രാജേഷിന്റെ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്, അവിടെ നമ്മൾ ക്ഷണിച്ചില്ലല്ലോ MR രാജേഷ്. അപ്പോ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ വീട്ടിൽ ഇവിടെ അടുത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ പോണു. വിഷു അങ്ങനെയൊക്കെ പോകും. എന്തായാലും ഗംഭീരമാട്ടെ. ഇനി വിഷു കൈനീട്ടം നമുക്ക് തരാനുള്ള സമയമായി. അത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്ത ശേഷം വിഷു കൈനീട്ടം നമുക്ക് തരാം. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇത്തവണത്തെ വിഷു ആഘോഷങ്ങൾ ചെയർപേഴ്സന്റെ ഒരു വെള്ളരിക്ക കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഗംഭീരമായിരുന്നു. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നു. നമ്മളിപ്പോൾ ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് കൊടുക്കാറുണ്ടോ? ആരും ഇവിടെ വന്ന് അവർക്ക് എന്താ ഇതിന്ന് എടുത്തു കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊടുക്കും നമ്മള്. അതിനൊന്നും ഇവിടെ ഇത് ആവശ്യമല്ല. ഇതും ഈ ചേന പറിക്കുമ്പോൾ ചെറിയ ചേന ഉണ്ട്, അതിന്റെ വിത്തുണ്ട്. ഇവിടെ ഒരു 2-3 മാസം ഇവിടുത്തെ ഈ നാട്ടുകാർക്ക് അത്യാവശ്യം കൂട്ടാൻ വെക്കേണ്ടത് അങ്ങനെ തന്നെ കിട്ടും. ഒരാൾക്കും പൈസ ഒന്നും കൊടുക്കണ്ട. ഇവിടെ അങ്ങനെ ഇവിടെ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ അവരുടെയും കൂടി കൃഷിയാണ്. വലിയൊരു ചേനയാണെങ്കിൽ അതിമാര് 1 കിലോത്തോളൊക്കെ വിത്ത് ഉണ്ടാകും. അത് തന്നെ ഭയങ്കര ടേസ്റ്റ്. ചേനേക്കാൾ ടേസ്റ്റ് ചേനയുടെ വിത്താ. അത് ചേനയുടെ തണ്ട് പല സാധനം തിന്ന് കൂട്ടാൻ വെക്കാൻ പറ്റിയ ആളുകൾക്ക് കിട്ടും. ഇത് നമ്മള് ഏത് പിന്നെ പാടത്താണെങ്കിലും അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്ത് പോയിച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ പച്ചക്കറിക്ക് കടകളിൽ ഡിമാൻഡ് കുറവായിരിക്കും. ഇവിടെ പച്ചക്കറി ഏതിപ്പോ 3-4 കടകളുണ്ടല്ലോ, അവിടെയൊക്കെ ചോദിച്ചാലും പച്ചക്കറി ഇവിടെ അധികം പോവില്ല. കാരണം ഇവിടെ ഏത് പാടത്തെന്നാലും നമുക്ക് ആവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഒരു ബാർട്ടർ സംവിധാനം പോലെയാണ്. അടുത്ത വീടുകളെ എല്ലാ വീടുകളിലും കൃഷിയുള്ളവരല്ലേ. അപ്പോൾ നമുക്ക് നേരം വെളുത്താല് അവിടുന്ന് കുറച്ച് പയർ കിട്ടും, ഇവിടുന്ന് കുറച്ച് വെള്ളരിക്ക അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പച്ചക്കറി കഴിച്ച് ഇവിടെയുള്ള തൂതക്കാർക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. പച്ചക്കറിക്ക് ഇവിടെ ഒരു ദാരിദ്ര്യം ക്ഷാമം ഉണ്ടാവാറില്ല. അത് കാശ് കൊടുത്ത് മേടിക്കാറുമില്ല. എന്തായാലും വിഷുവൊക്കെയാണ്. നമ്മളിങ്ങനെ കണി വെള്ളരിക്കൊക്കെ കണി വെച്ച് ഗംഭീരമായിട്ട് വിഷു കണി കാണുന്നു, കൈനീട്ടം മേടിക്കുന്നു. എന്താണ് പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട്, എൻ്റെ നഗരസഭയിലെ ജനങ്ങളോട് എല്ലാവരോടും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്വാസംസകൾ നഗരസഭയുടെയും എന്റെയും പേരിൽ അറിയിക്കുന്നു. തിരിച്ചും എല്ലാവരും അങ്ങോട്ടും തിരിച്ചു നേരിടും. താങ്ക് യു. നല്ലൊരു വിഷു വിഷു ആവട്ടെ. ഒരു വിഷു കൈനീട്ടം കിട്ടിയ ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്, എല്ലാവർക്കും ഉള്ളത്. അപ്പൊ എന്തായാലും ഈ കണിവെള്ളരിയും വിഷു കൈനീട്ടവും വിഷുക്കണിയൊക്കെ കണ്ട് എല്ലാവരും വിഷു ഗംഭീരമായിട്ട് ആഘോഷിക്കുക. ക്യാമറ പേഴ്സൺ ബാദുഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, വണ്ടോസ്. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.